ഹായ് എവരി വൺ. എന്തുകൊണ്ടാണ് ആദിലയുടെ ഫാമിലി ആദിലയെ വേണ്ട എന്ന് പറയുന്നത്? നമ്മൾ നിരന്തരമായി നൂറയുടെ ഫാമിലിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നൂറയുടെ ഫാമിലി വാ മോളെ ഞങ്ങൾക്കൊപ്പം വാ എന്ന് നിരന്തരം പറയുമ്പോൾ ആദിലയുടെ ഫാമിലി എന്തുകൊണ്ടാണ് ആദിലയെ മൈൻഡ് ചെയ്യാത്തത്? എന്താണ് ആദിലയുടെ ഫാമിലിക്ക് പറയാനുള്ളത്? അതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു കാര്യം ഞാൻ പറയുകയാണ്. ആദില നൂറ റിലേറ്റഡായി ഞാൻ വീഡിയോ ഇടുമ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചിലർ എന്നോട് ചോദിക്കുന്ന ചോദ്യം, അവർ രണ്ടുപേരും അതായത് സ്നേഹിച്ചിട്ടല്ലേ അവർ ഒരുമിക്കുന്നത്, നിനക്കെന്തിനാണ് അതിൽ കടി, നീ എന്തിനാണ് അവരെ പിരിപ്പിക്കാൻ നോക്കുന്നത്, നീ എന്തിനാണ് ആദില നൂറയെ വിമർശിക്കുന്നത്? അങ്ങനെയാണ് കുറേ പേര് കമൻ്റ് ഇടുന്നത്. അവർക്ക് എല്ലാവർക്കുമുള്ള ഒരു റീപ്ലൈ ഞാൻ ആദ്യം കൊടുക്കുകയാണ്. ശ്രീ മോഹൻലാലിനോടക്കം ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ആദില നൂറയ്ക്ക് സപ്പോർട്ട് അടിക്കുന്ന എല്ലാവരോടും ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരാൻ തയ്യാറാണെങ്കിൽ ഓക്കെ ഫൈൻ. എൻ്റെ ചോദ്യം, നിങ്ങളുടെ വീട്ടിൽ മോഹൻലാൽ സാറെ നിങ്ങളോടും പിന്നീട് ഏറ്റവും കൂടുതൽ കമൻ്റ് ഇടുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ ടൗണിലോ പോയി വരുമ്പോൾ നിങ്ങളോട് വന്ന് പറയുന്നു, ഞാൻ ഇന്ന് ടൗണിൽ അല്ലെങ്കിൽ ഞാൻ ഇന്ന് കോളേജിൽ ഒരു പെണ്ണിനെ കണ്ടിഷ്ടപ്പെട്ടു, ഇനി മുതൽ ഞാൻ അവളുടെ കൂടെ ലെസ്ബിയനായാണ് ജീവിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലാണ്, നിങ്ങൾ എന്നെ കൊന്നാലും ശരി ഞാൻ അവളുടെ കൂടെയാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങളുടെ സ്വന്തം മോളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു പെണ്ണ് നിങ്ങളോട് വന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ സമ്മതിക്കോ? അതായത് നിങ്ങൾ പൊന്നുപോലെ വളർത്തിയ ഒരു മോള്, ഇന്ന് വരെ നിങ്ങൾ വേദനിപ്പിക്കാത്ത ഒരു മോള്, ആ മോളെ നിങ്ങൾ ഇഷ്ടം പോലെ ചെലവിട്ട് പഠിപ്പിച്ച് വലുതായതിനു ശേഷം ആ മോള് നിങ്ങളുടെ അടുത്ത് വന്ന് പറയുകയാണ്, ഞാൻ കോളേജിൽ ഒരു പെണ്ണിനെ കണ്ടിഷ്ടപ്പെട്ടു, ഇനി മുതൽ ഞാൻ ജീവിക്കുന്നത് പെണ്ണും പെണ്ണുമായിട്ടാണ് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ, മോഹൻലാല് നിങ്ങളുടെ മോൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കോ? ആദില നൂറ ഒരുമിച്ച് ജീവിച്ചോട്ടെ, എനിക്കെന്ത് പ്രശ്നമെന്ന് കമന്റ് ഇടുന്നവരെ, നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മക്കളാണ് നിങ്ങളോട് വന്നിങ്ങനെ പറയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പറയണം, നിങ്ങൾ ഉത്തരം പറയണം. ഓക്കെ, ആദിലയുടെയും നൂറയുടെയും ഫാമിലി എത്രമാത്രം വേദനിച്ചു എന്ന് നിങ്ങൾക്കറിയോ? ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു എന്നറിയുമ്പോൾ അവരുടെ പൊന്നു ഉമ്മമാർ എത്രമാത്രം കരഞ്ഞു എന്ന് നിങ്ങൾക്കറിയോ? ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, നിരന്തരം കുറെ പേര് എന്നോട് ചോദിക്കുന്നു, നിനക്കെന്ത് പ്രശ്നം അവർ ഒരുമിച്ച് ജീവിച്ചോട്ടെ എന്ന്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സംഭവിക്കണം, അപ്പോൾ നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ആദിലയുടെ ഫാമിലി ഞങ്ങൾക്ക് അവളെ വേണ്ട എന്ന് പറയാനുള്ള കാരണം? നമുക്ക് സ്റ്റെപ്പ് ബൈ ആയിട്ട്, അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇനി നിങ്ങൾ കൃത്യമായി കേട്ട് കഴിഞ്ഞാൽ ഞാൻ 2-3 വീഡിയോ ക്ലിപ്പ് സൈഡിൽ വെച്ച് തരാം. അത് ക്ലിയറായി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ആദിലയുടെ ഫാമിലി ഒരിക്കലും അവളെ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന്. നമുക്ക് ഒന്നൊന്നായി തുടങ്ങാം. ആദ്യം ആദിലയോട് ചോദിക്കാം, എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്? ആദില പറയുന്നു, നിങ്ങൾ കേൾക്കൂ. ഞങ്ങൾ +1 +2 ആ ഒരു ടൈമിൽ സൗദിയിലാണ് പഠിച്ചത്. അപ്പോൾ +1 ആയപ്പോൾ എൻ്റെ സ്കൂളിലോട്ട് വരികയാണ് ഉണ്ടായത്. അപ്പോൾ +1 ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. +2 ആയപ്പോൾ റിലേഷൻഷിപ്പിലുമായി. പിന്നെ +2 ഒരു ബോർഡ് എക്സാം കഴിഞ്ഞിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഫോണിൽ ചാറ്റിങ് പിടിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇങ്ങനത്തെ ബന്ധമാണ്. ഉമ്മമാർക്ക് മാത്രമേ ആദ്യം അറിയത്തുണ്ടായിരുന്നുള്ളൂ, ഉമ്മമാർക്കും അനിയത്തിമാർക്കും. ബാബാനോട് പറഞ്ഞൊന്നുമില്ല അവളുടെ. ഇപ്പോൾ ഞങ്ങൾ ശരിക്കും ഒരുമിച്ച് കോഴിക്കോട് പഠിക്കുക, ഡിഗ്രി അങ്ങനെ കരുതിയിരുന്നത്. അപ്പോൾ ഇത് വന്നപ്പോൾ പാരൻസ് പറഞ്ഞു, ഒരുമിച്ച് പഠിക്കണ്ട, ഇനി കാണണ്ട, നല്ല ബന്ധമല്ല, പിന്നെ നിങ്ങൾ രണ്ടായിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തെ ആ ഒരു ഇതിൽ ഞങ്ങൾക്ക് അറിയായിരുന്നു, +2 വെച്ചിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, സഫർ ചെയ്യും. അപ്പോൾ ഒരു ഡിഗ്രി കഴിയുന്നത് വരെ വീട്ടിൽ പിടിച്ചു നിൽക്കണമെന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാരൻസിനോട് പറഞ്ഞു, ഞങ്ങൾ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞു, അങ്ങനെ നിന്നു. പൊന്നുമക്കളെ, ഈ വീഡിയോയുടെ അവസാന ഭാഗം ആദില പറയുന്നുണ്ട്, ഞങ്ങളുടെ പാരൻസിനോട് ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്, ഇനി ഒരിക്കലും നൂറയുമായി ഞാൻ അടുക്കൂല, ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു, ഞങ്ങളെ വിശ്വസിക്കൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആദില പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പൊന്നാര പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ തെറ്റുകാരി ആദിലയാണ്. ആദില അവരുടെ ഫാമിലിയോട്, ആദിലയുടെ ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞത്, നൂറയുമായി ഞാൻ ഇനി അടുക്കൂല എന്ന് കള്ളം പറഞ്ഞതിന് ശേഷമാണ് നൂറയുടെ കൂടെ പോയത്. നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. പക്ഷെ ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡിഗ്രിക്ക് ഞങ്ങൾ പഠിക്കുന്ന ടൈമിലും ഞങ്ങളുടെ ഫോൺ വഴി കോൺടാക്ട് അവർ പിടിച്ചിരുന്നു വീട്ടിൽ. അങ്ങനെ പിടിച്ച് പിന്നെ ഞങ്ങൾ ഇനി കോൺടാക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. പിടിച്ച് കഴിയുമ്പോൾ സ്വാഭാവിക റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ലൂസായിട്ട് പഴയ പോലെ അങ്ങനെ ഉണ്ടാവില്ലേ. പിന്നെ അങ്ങനെ പിടിച്ച് ഒരു ദിവസം വാപ്പമാരോടും പറഞ്ഞു. എൻ്റെ വാപ്പ അന്ന് നാട്ടിൽ
ലീവിന് വന്നിരിക്കുകയായിരുന്നു. എന്നിട്ട് വാപ്പമാരെ അറിഞ്ഞപ്പോൾ അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. അവളുടെ അനിയത്തിമാരും കൊണ്ട് തന്നെ തലക്കിട്ടും വയറുമൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിപ്പിച്ചു. ഉമ്മ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ എന്താ വേർബലി അബ്യൂസ് ചെയ്യണം ഉമ്മ ഉണ്ടായത്. വാപ്പയാണെങ്കിലും വാപ്പക്ക് സൂപ്പർ മാർക്കറ്റാണ്, അപ്പോൾ കുറേ കീയൊക്കെ ആയിട്ട് കുറേ ഉണ്ടാവും. അപ്പോൾ അത് ഭയങ്കര വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് അവളുടെ തൊടയമോട്ട് ആഞ്ഞ് എറിയുകയും ചെയ്തു. എന്നിട്ട് പിന്നെ എൻ്റെ വാപ്പാനെ വിളിച്ച് പറഞ്ഞു, ആ കോൾ റെക്കോർഡും എൻ്റെ കയ്യിലുണ്ട്. വാപ്പാനെ വിളിച്ച് പറഞ്ഞു, ഇവരിങ്ങനെയാണ്, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, നിങ്ങൾ മോളെ വേഗം കെട്ടിക്കണം. എങ്ങനെ പറയാതിരിക്കും ആദില? ആദില, നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. നൂറയെ അവർ നോക്കിയത് പൊന്നുപോലെയാണ് ആദില. പൊന്നുപോലെ പഠിപ്പിച്ച് വലുതാക്കിയതിന് ശേഷം നീ വന്ന് നൂറയെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉമ്മ കരയൂലേ? ആ ഉമ്മ ഇപ്പോൾ ആദില പറയുന്നത് ആദിലയുടെ ഉപ്പക്ക് വിളിച്ച് നൂറയുടെ ഉമ്മ കരഞ്ഞു എന്നാണ്. ആര് കരയാതിരിക്കും? നിങ്ങൾ കരയില്ലേ പ്രേക്ഷകരെ? നിങ്ങളുടെ മോളോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തിയോ നിങ്ങളുടെ സിസ്റ്ററോ ആരെങ്കിലും ഇങ്ങനെ ഒരു വലിയൊരു ചതിയിൽ പെടുകയാണെങ്കിൽ നിങ്ങൾ കരയില്ലേ പൊന്നുമക്കളെ? നമ്മുടെ വീട്ടിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പൊന്നുമക്കളെ, 3 വർഷം മുമ്പ് ആദിലയെയും നൂറയെയും ഇരുത്തിക്കൊണ്ട് നൂറയുടെ അമ്മൂമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നൂറയുടെ അമ്മൂമ്മയും നൂറയുടെ കസിൻസും കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ മോളെ തിരിച്ചു തരൂ ആദില, കൂടെ വരൂ നൂറ എന്ന്. ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങളൊന്ന് കാണണം. ഓക്കെ, ഒരു മാസം പോലും എൻ്റെ വാപ്പ എനിക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. അത് അതൊന്ന് കണ്ടിട്ട് പോരാ, എനിക്ക് ഓളം കൂടെ പോരാ, എനിക്ക് ഓളം കൂടെ നിൽക്കാം. ഇനി നമുക്ക് വേറെ അവസരങ്ങൾ ചെയ്തുകൂടെ? മഞ്ഞൊന്ന് പോരെ, എൻ്റെ അമ്മയും ഉപ്പയും ഒന്ന് നാട്ടിൽ വന്നതിന് ഒരു നോക്ക് കണ്ടോ പോയി മോളെ. എന്താ അല്ലേ, കുറേ പേര് കമൻ്റ് ഇട്ട് വീണ്ടും പറയും അവരവർ ജീവിക്കട്ടെ, എന്താണ് എനിക്ക് പ്രശ്നമെന്ന്. നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക. നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഈ അമ്മയെ കാണുമ്പോൾ, ഈ ഉമ്മയെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേദനയാണ് തോന്നുന്നത്, കണ്ണിൽ നിന്ന് വെള്ളമാണ് വരുന്നത്, ചങ്ക് പിടയുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടിലോ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവരെക്കുറിച്ച് കൂടുതലായി വീഡിയോ ഇടുമ്പോൾ ഞാൻ നല്ലോണം പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഈ വീഡിയോസുകളൊക്കെ ഞാൻ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ കരച്ചിലാണ് വരുന്നത്. പൊന്നുമക്കളെ, അങ്ങനെ ആദില നൂറ പോയിട്ട് ഇപ്പോൾ ഏകദേശം 4 വർഷം അടുക്കാനാവുന്നുണ്ട്. ഇവരുടെ ഫാമിലി ഇവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നൂറയോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സാഡായിട്ടാണ് കോണ്ടാക്ട് ചെയ്തത്. ഉപ്പക്ക് സുഖമല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കോണ്ടാക്ട് ചെയ്തത്. ഇമോഷണൽ ബ്ലാക്ക്മെയിൽ. അല്ല നൂറ, അത് ബ്ലാക്ക് മെയിൽ അല്ല. നിന്നെ വേണമെന്ന് അവർക്കുള്ളത് കൊണ്ടാണ് നിന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നിന്റെ ഉപ്പക്ക് എന്തെങ്കിലും അസുഖമുണ്ടായി കഴിഞ്ഞാൽ മോളെയല്ലേ ആദ്യം അറിയിക്കേണ്ടത്. അങ്ങനെ അവർ അറിയിച്ചതായിരിക്കും. നീ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? പൊന്നുമക്കളെ, ഇത്രയധികം ഈ വിഷയം ചർച്ച ചെയ്തതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഇവർ രണ്ടുപേരും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞതിന്, അതായത് 3 വർഷം മുമ്പ് ആദിലയും നൂറയും ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വീടൊക്കെ എടുത്ത് ജീവിക്കാൻ തുടങ്ങിയല്ലോ. ആ സമയത്ത് അവിടേക്ക് നൂറയുടെ ഫാമിലി വന്ന് എങ്ങനെയെങ്കിലും നൂറയെ കൊണ്ടുപോവുകയാണ്. ഞങ്ങളുടെ മോളെ ഈ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് കരുതി നൂറയുടെ ഫാമിലി അവിടേക്ക് വന്ന് നൂറയെ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് ആദിലക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ആദില എന്താണ് പറഞ്ഞത്? അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, ചോദിച്ചോടുമ്പോ ഞാനും കൂടെ വരട്ടെ, ഇവളെ ഒറ്റ കൊണ്ടുകൊണ്ടാണ്, എനിക്ക് പേടിയാണ് നിങ്ങളുടെ കൂടെ വിടാന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഇത് പറഞ്ഞത് എൻ്റെ വാപ്പീനെ നോക്കി അവർ കരഞ്ഞ് എൻ്റെ പിടിക്ക് ഇവളാ കാക്കുവോ അങ്ങനെ വിളിച്ച് കരഞ്ഞു. അങ്ങനെ പറഞ്ഞത് എൻ്റെ വാപ്പ എന്നെ പിടിച്ച് വെക്കുകയും നൂറനെ ഒരു ബലമായിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നെ എൻ്റെ ഫോണ് എൻ്റെ വാപ്പ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വലിച്ചെറിഞ്ഞിരുന്നു. അതുപോലെ തന്നെ നൂറിൻ്റെ ഫോണും കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അവളുടെ ഒരു ഡോക്യുമെൻറ്റ്സ് ഉള്ള പാസ്പോർട്ടിൻ്റെയൊക്കെ ബാഗ് അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഇവർക്ക് ഓൾറെഡി എക്സാം കഴിഞ്ഞിട്ട് സൗദിക്ക് കൊണ്ടുപോകാനൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. എനിക്ക് കളക്റ്റീവ് പറയുന്നത് ഞങ്ങളുടെ ഫോണ് 2 പേരും സ്വിച്ച് ഓഫ് ആണ്, എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോഴാണ് എൻ്റെ വീട്ടിലോട്ട് പോലീസ് വരുന്നത്. ഞാൻ അവരോട് പറഞ്ഞു അവിടെ സേഫ് അല്ല, ഇന്നതൊക്കെയാണ് ഉണ്ടായത്. എൻ്റെ മുഖത്തും അതിൻ്റെ ഇവിടെയൊക്കെ പരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എനിക്കിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ പോലീസ്. പൊന്നു ആദില, നീ പറയുന്നുണ്ട് നിന്റെ വീട്ടുകാർ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നിന്റെ വീട്ടുകാരെ കുറിച്ച് നീ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. പൊന്നുമോളെ, ഒന്ന് പോസിറ്റീവായി നീ ചിന്തിച്ച് നോക്ക്. നിന്റെ നല്ലതിന് വേണ്ടിയാണ് അവർ അങ്ങനെയൊക്കെ ചെയ്തത്. നിന്നെ നല്ലൊരിൽ ജീവിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്തത്. അത് നീ മനസ്സിലാക്കണം. ഓക്കെ, ആദിലയോട് ഒരു കാര്യം പറയുകയാണ്. ഞാൻ നിരന്തരം എൻ്റെ വീഡിയോസിൽ പറയുന്ന ഒരു കാര്യമാണ്. ആദില, നിനക്ക് അതായത് ഒരു പുരുഷന്മാരുടെ കൂടെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് നീ പല ആളുകളോടും നീ പറഞ്ഞതായി ഞാൻ കേട്ടത്. നീ നല്ലൊരു ഡോക്ടറെ കണ്ട് ഈ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിക്കപ്പെടും ആദില. ഈ ലോകത്ത് എല്ലാത്തിനും അതിനുള്ള മെഡിസിൻ ഉണ്ട്. നിനക്ക് ആണിനെ കാണുമ്പോൾ വികാരം തോന്നുന്നില്ലെങ്കിൽ അതിനെ ഡോക്ടർമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നുമോളെ അതിനൊക്കെ പരിഹരിക്കപ്പെടും. ഓക്കെ,
ഇനിയെങ്കിലും സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ നിങ്ങൾ തിരിച്ചു പോയിക്കൊണ്ട് ഉമ്മയോടും ഉപ്പയോടും സോറി ചോദിച്ചുകൊണ്ട് നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഏറ്റവും അവസാനമായി എന്തുകൊണ്ടാണ് ആദിലയുടെ ഫാമിലി ആദിലയെ അടുപ്പിക്കാത്തത്? അവർ രണ്ടുപേരും തമ്മിൽ വലിയൊരു ധാരണ നടന്നിട്ടുണ്ട്. എന്താണ് ആ ധാരണ? ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങളൊന്ന് കാണണം. ഓക്കെ, പലിക്കുഞ്ഞെന്ന് പറയുന്ന ഒരാൾ അപ്പം എൻ്റെ ഫോണിൽ നിന്ന് പുള്ളിയുടെ ഫോൺ എടുത്തിട്ട് എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്ത് വാങ്ങിപ്പിച്ചു. അതായത് ഇനി ഫാമിലി ആയിട്ടൊരു ബന്ധമില്ല, ഇനി എന്താ ഞങ്ങളായിട്ടൊരു ഇതുമില്ല, ഒന്നും ചെയ്തു തരില്ല, അങ്ങനത്തെ രീതിക്ക് ആസ് ഇഫ് അവരെന്തോ ചെയ്തു തന്ന പോലെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ. പൊന്നുമകളെ, നിങ്ങൾ കേട്ടല്ലോ. അതായത് ആതിരയുടെ ഫാമിലി ക്ലിയറായി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ബന്ധത്തിൽ നിന്ന് നീ പിരിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളുമായിട്ട് നീ ഇനി ഒരു ബന്ധവുമില്ല. ശരി തന്നെയാണ്. ഞാൻ കുറേ ട്രൈ ചെയ്തു, ആദിലയുടെ ഫാമിലി എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു നോക്കി. ആരും ഒന്നും പറയുന്നില്ല, ഒരു റെസ്പോൺസും ഇല്ല. നേരെ മറിച്ച് നൂറയുടെ ഫാമിലി അങ്ങനെയല്ല. നമ്മളിടുന്ന വീഡിയോസിന് താഴെ നൂറയുടെ അനിയത്തി കമൻ്റ് ഇടലുണ്ട്, എല്ലാവരും കമൻ്റ് ഇടലുണ്ട്. അവർക്ക് നൂറയെ തിരിച്ചു വേണമെന്നാണ് നിലവിലുള്ളത്. പക്ഷേ ആദിലയുടെ കാര്യം അങ്ങനെയല്ല, ആരും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയാണ്. ഓക്കെ, നിലവിൽ പൊന്നുമോളെ ആദില, നിന്നോടൊരു കാര്യം പറയുകയാണ്, എല്ലാം വിട്ടുപോയാൽ നിന്നെയും അവർ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു പൊന്നാര മക്കളെ. കൂടുതലായി എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ, ഇവരുടെ ഫാമിലി ലൈവായി എന്തെങ്കിലും പറയുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.